ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് ദേവ്. സോ മാഡ് വൈബ്സ് ഒന്നും ദേവിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും വാരിക്കോരി സ്വാഗതം. എല്ലാവരും ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഫണ്ണായിട്ട് ചില്ലായിട്ട് കൂളായിട്ട് ഈ ഒരു പൊരി വെയിലത്തും ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മാറ്ററിലോട്ട് വരാം. അവിടെ പൊരിഞ്ഞടി എവിടെ ബിഗ് ബോസ് സീസൺ 6 പൊരിഞ്ഞടി നടക്കുമ്പോഴും ഒരാൾ ഭയങ്കര ഉറക്കത്തിലാണ്. എങ്ങനെ ആൾക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു ഇത്രയും ഒച്ചപ്പാടിൽ നിന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആളുടെ ബോഡി ഒരു പക്ഷേ ഭയങ്കര വീക്ക് ആയിരിക്കും. വൈ ബിക്കോസ് ആരെ പറ്റിയിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ജിൻഡോ മസിൽ മാനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇടയിൽ ചെറിയൊരു കിറുക്കുരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് താഴെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ സൗണ്ടാണ്. പ്ലീസ് എക്സ്ക്യൂസ്. അപ്പം ആൾക്ക് അതിനനുസരിച്ച് ജിൻഡോന് ഒരു മസിൽ ബോഡി അറിയാലോ, ഒരു ട്രെയിനർ ആണ് ആള്. അപ്പോൾ ആൾക്ക് അതനുസരിച്ചുള്ള പ്രോട്ടീൻ ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടത്തേ ഇല്ല എന്നുള്ളൊരു നഗ്ന സത്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കഴിഞ്ഞ സീസണിൽ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ചില ആൾക്കാർ ചോദിച്ചു കഴിയുമ്പോൾ പ്രോട്ടീൻ പൗഡർ തരാതെ ഇങ്ങനെ ഇനിയിപ്പോൾ തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഫുഡ് കിട്ടാത്തതുകൊണ്ടൊക്കെയുള്ള ഒരു ഭയങ്കര വീക്കായിട്ടുള്ള ഒരു അവസ്ഥയെ കൂടിയാണ് ഇത്രയും പൊട്ടി നിൽക്കുന്ന സമയത്തും ആള് കിടന്ന് ഉറങ്ങുന്നത്. അതുമാത്രമല്ല, സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ജിൻഡയ്ക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങിയ ഒരു കാര്യം, മസിൽ പവർ മാത്രം പോരാ ബിഗ് ബോസ് സീസൺ 6 ഫിസിക്കലി മെന്റലി ഇൻ ഓൾ സെൻസ് ഒരു പവർ തന്നെ അതിൻ്റെ ഉള്ളിൽ വേണം. കാരണം എപ്പോഴും പൊട്ടിത്തെറിച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല, എപ്പോഴും സൈലന്റ് ആയിട്ടിരുന്നാൽ ശരിയാവില്ല, എപ്പോഴും ഒറ്റപ്പെട്ടിരുന്നാൽ ശരിയാവില്ല, എപ്പോഴും കൗണ്ടർ അടിച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല, എപ്പോഴും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ബിക്കോസ് ഇത് ഒരു അൺപ്രഡിക്റ്റബിൾ ഷോ ആണ്. ആളുകൾ ചിലപ്പോൾ എപ്പോഴും ഒച്ചപ്പാട് എടുത്തുകൊണ്ടിരുന്നാൽ എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ മാറി നിന്ന് സെന്റ് എടുത്താൽ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ആൾക്കാരുടെ ഇഷ്ടം, ആൾക്കാരുടെ പൾസ് അനുസരിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ജിൻഡോനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഗോ ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഹീസ് എ ട്രെയിനർ, സോ ഹി യൂസ് ടു ട്രെയിൻ ദ പീപ്പിൾ. സോ അങ്ങനെ ഒരു ഓർഡർ ചെയ്യുന്ന ഒരാൾ ഇവിടെ അകത്ത് വന്നിട്ട് ചായ കിട്ടിയില്ല, അല്ലെങ്കിൽ യമുന ശേഷിക്ക് കൈ കൊടുത്തപ്പോൾ അവിടെ കൈ തന്നില്ല. പിന്നെ ഇന്നലെ അവര് സീരിയൽ ടീംസ് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻഡോ പെട്ടെന്ന് കയറി വരികയും ഇവിടെ ഞാൻ സംസാരിച്ചോളാം എന്നുള്ളൊരു സംസാരം വരികയും ജിൻഡോ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇൻസിഡന്റൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആള് കുറച്ച് ഡള്ളാണ് ഫിസിക്കലി ആൻഡ് മെന്റലി. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം, ഇന്ന് കാലത്ത് ടാസ്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ എന്താണ് ഉറങ്ങുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ സിജോ എന്നെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ ടോക്കാണ് വന്നിരിക്കുന്നത്. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇൻ മൈ പെർസെപ്ഷൻ അവിടെ ബിഗ് ബോസ് മാത്രമല്ല, ഒരുപാട് ക്യാമറാസും ഉണ്ട്. കഴിഞ്ഞ തവണ അറഞ്ചും ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കണ്ടസ്റ്റൻസ് തമ്മിൽ അത് കംപ്ലൈന്റ് ആക്കാത്തതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉള്ള ആൾക്കാർ നിന്ന് പോരുന്നത്. പക്ഷെ ഇപ്പോൾ തല്ലി എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. സിജോ പുള്ളി തല്ലി, അതായത് ജിൻഡോനെ തല്ലിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കിടന്ന് ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയെന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്തുള്ള സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഓഫ് കോഴ്സ് അതിനെ ഒരു മാറ്റർ ആക്കി എടുക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ ആ തല്ലിയ മൂമെന്റിൽ പറയായിരുന്നു. അപ്പൊ കിട്ടിയ തല്ല് ഇപ്പൊ കിടന്ന് ഉറങ്ങുമ്പോൾ പറയുന്നതിന് ഒരു ലോജിക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ജിൻഡോ എന്തായാലും മസിൽമാൻ ആണെങ്കിലും ടിൻഡുമോന്റെ മനസ്സാണ്. യെസ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് ബൈ.